നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവനെന്ത് പറഞ്ഞു? സൂര്യ ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ ഫോൺ സൈലന്റ് ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഇപ്പൊ അവന് നമ്മുടെ ഫോൺ എടുക്കാനൊന്നും നേരം കാണില്ല. നീ എന്തിനാ ജയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? അവൻ അങ്ങനെ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. പക്ഷെ ഇപ്പൊ ചിലതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവന്റെ നല്ല മാറ്റം ഞാൻ കാണുന്നുണ്ട്. മാറുന്നത് നീയാണോ അതോ അവനാണോ? ഞാനിതൊന്നും കാണുന്നില്ല എന്നും അറിയുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. ആദ്യം നീ നേരെ അവൻ നോക്ക്, എന്നിട്ട് മതി അവനെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ എന്ത് ചെയ്തെന്നാ ദേവേട്ടൻ പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ഇന്ന് രാവിലെ നീ എന്തിനാ ഭാവനയുടെ വീട്ടിൽ പോയി ഒരു സീൻ ഉണ്ടാക്കി? പിന്നെ എനിക്ക് പോണ്ടേ ദേവേട്ടാ? ഇന്നലെ പോയ രാത്രിയായിട്ടും വരാത്തോണ്ടല്ലേ ഞാൻ പോയത്. അവൻ പോയത് അവന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ, വേറെ അങ്ങോട്ടുമല്ലല്ലോ. ഇപ്പോഴും നീ പഴയ റൂട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിനക്കത് ദോഷം ചെയ്യും. ഇന്നലെ രാത്രി മുതൽ ഞാൻ നിന്നെ കാണുന്നതാ. ഇതാണല്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാന്ന് ഇന്നലെ നീ എന്നോട് പറഞ്ഞത്. നിന്നെ ഞാൻ എന്ത് പറയാനാ ജയ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളോടൊക്കെ രഹസ്യമാക്കി വെച്ചിട്ട് നമ്മുടെ മോനെ മാത്രം മുൻനിർത്തി ആഘോഷിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി സംസാരിച്ചത്. ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ദേവേട്ടൻ അത് അറിഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നീ ഇത്ര രാവിലെ, അതും ഡ്രൈവറെ പോലും വിളിക്കാതെ നീ വണ്ടി എടുത്തുകൊണ്ട് പോയത് എങ്ങോട്ടാണെന്ന് നിനക്ക് കള്ളം പറയേണ്ടി വരും. സ്വബോധമില്ലാതെ നീ ഡ്രൈവ് ചെയ്തുകൊണ്ടാ ഇങ്ങനെ ആക്സിഡന്റ് ആയത്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടത്. ഇതിപ്പോ വേറെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? സംഭവിക്കണമായിരുന്നു. എന്തിനാ ഇങ്ങനൊരു ഭാരമായി കഴിയുന്നേ? അല്ലെങ്കിലും എന്നെ കുറ്റപ്പെടുത്താനാണല്ലോ അച്ഛനും മോനും ഇഷ്ടം.